നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് റിസോഴ്സ് ആൻഡ് യൂട്ടിലൈസേഷൻ. അതിൽ നമ്മൾ ഗുഡ് മോർണിംഗ്. അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി, ജനറൽ അബൌട്ട് സോളാർ എനർജി, ഫ്യൂവൽ സെൽ, വിൻഡ് എനർജി, സ്മോൾ ഹൈഡ്രോ plants, biofuels, energy derived from oceans and geothermal energy. Okay. അതില് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. അതെന്താന്ന് നമുക്ക് നോക്കാം. എനർജി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻപുട്ട് ഫോർ ഡെവലപ്മെന്റ്. It aims to natural resource. Energy resource are also renewable as well as non-renewable. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളെ ഡെവലപ്മെന്റിലെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ മെയിൻലി ഇട്ടിട്ടുള്ളത് നാച്ചുറൽ റിസോഴ്സ് ആണ്. അങ്ങനെയുള്ള എനർജി റിസോഴ്സ് ഒന്ന് റിന്യൂവബിൾ ആണ്, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നതും ഉണ്ട്, തീർന്നു പോകുന്നതുണ്ട്. റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, എനർജി റിസോഴ്സസ് ദാറ്റ് ആർ ഈസിലി റീപ്ലേസ്ഡ് ആഫ്റ്റർ ബീങ് കൺസ്യൂംഡ്. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷവും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ്, എനർജി റിസോഴ്സ് ദാറ്റ് ആർ നോട്ട് റീപ്ലേസ്ഡ് ഓർ റീപ്ലീനിഷ്ഡ് ആഫ്റ്റർ ബീങ് യൂസ്ഡ് മേ ടേക്ക് സെവറൽ ഇയേഴ്സ് ടു റീപ്ലേസ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് അതായത് ഉണ്ടാവാനും കുറെ കാലെടുക്കും. നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം അതുപോലെ റീപ്ലേസ് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. അതായത് അത് തീർന്നു പോകും എന്നുള്ള ഒരവസ്ഥ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി റിസോഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് റിന്യൂവബിൾ ആണ്, നോൺ റിന്യൂവബിൾ അങ്ങനെ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ബേസ്ഡ് ഓൺ ലോങ് ടേം അവൈലബിലിറ്റി ആണ്. അതായത് എത്ര കാലം ആ ഒരു സോഴ്സിനെ ആശ്രയിക്കാൻ പറ്റും. റിന്യൂവബിൾ ആണെങ്കിൽ എല്ലാ കാലത്തും ആശ്രയിക്കാൻ പറ്റും. നോൺ റിന്യൂവബിൾ ആണെങ്കിൽ അത് തീർന്ന് പോകുന്നത് വരെ എന്നുള്ള ഒരു ലിമിറ്റ് അതിനുണ്ട്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ട്രഡീഷണൽ യൂസ്. അപ്പൊ നമ്മൾ പരമ്പരാഗതമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി സോഴ്സിനെ വെച്ച് അതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിനെ പറ്റിയിട്ടാണ്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് റിന്യൂവബിൾ എനർജിയാണ് സൺലൈറ്റ്, അതുപോലെ ബയോമാസ്, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ഹൈഡ്രോ പവർ എനർജി. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, റിന്യൂവബിൾ ആണ്. പക്ഷെ നോൺ റിന്യൂവബിൾ ആണ് ഫോസിൽ ഫ്യൂവൽസ്. അതായത് ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ വീണ്ടും കോടാനുകോടി വർഷങ്ങൾ വേണം. അപ്പൊ അത് എല്ലാ കാലത്തേക്കും ആശ്രയിക്കാൻ പറ്റില്ല. പിന്നെ കോള്, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി, ഇതിനെയൊന്നും നമുക്ക് എല്ലാ കാലത്തേക്കും ആശ്രയിക്കാൻ പറ്റുന്നതല്ല. നെക്സ്റ്റ് കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. പഠിക്കാനുള്ള കൺവെൻഷണൽ എനർജി റിസോഴ്സ്. Conventional source of energy are generally non-renewable source of energy which are being used for long time, used from the ancient times. So conventional energy എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് പരമ്പരാഗതമായി നമ്മൾ ഇത്രകാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി സോഴ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. സോ ജനറലി ഇത് പെട്ടത് എന്തെല്ലാം ചോദിച്ചാല് നോൺ റിന്യൂവബിൾ, ഇത് നോൺ റിന്യൂവബിൾ ആണ്, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. സോ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ദ സോഴ്സ് ഓഫ് എനർജി ആർ ബീങ് യൂസ്ഡ് extensively in such a way that their non resource have been reflected
ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഴ്സ് നോൺ റിന്യൂവബിൾ സോഴ്സ് സോഴ്സ് ഒക്കെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ക്ലൈമാക്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് തീരാറായി എന്ന് പറയാം. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് എ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ടു ഡിസ്കവർ ദ ന്യൂ ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയാറായി. അതുപോലെ തന്നെ അതിന്റെ പുതിയ ഡെപ്പോസിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. ഇനി പറയാൻ പോകുന്നത് നോൺ കൺവെൻഷണൽ എനർജി source ആണ്. നോൺ കൺവെൻഷണൽ ഓർ അൺയൂഷ്വൽ സോഴ്സ് ഓഫ് എനർജി ആർ ജനറലി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി വിച്ച് ആർ ഇൻഹോസ്റ്റ് and generally pollution free and are in the process of development over the past few years. അപ്പോൾ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത് ജനറലി നോൺ റിന്യൂവബിൾ ആണ്, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു. നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത് ജനറലി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്, അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് നമുക്ക് പറയാം തീർന്നു പോകില്ല. അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്. അപ്പോൾ ഈ വിൻഡ് എനർജി അല്ലെങ്കിൽ ടൈഡൽ എനർജി ഇതൊക്കെ നമുക്ക് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൽ പെടുത്താം. അടുത്ത പറയുന്നത് സോ കൺവെൻഷണൽ എനർജി സോഴ്സ് ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. അതിൽ കൺവെൻഷണൽ എനർജീനെ വീണ്ടും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുകയാണ്, കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ സോഴ്സ് കൊമേഴ്ഷ്യൽ സോഴ്സിൻ്റെ അകത്ത് വരുന്നത് ഓയില്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി എക്സെട്ര. നോൺ കൊമേഴ്ഷ്യൽ സോഴ്സിൽ വരുന്നത് ഫയർ വുഡ്സ്, ഡ്രൈവ്ഡ് ഡൺസ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്, നോൺ കൊമേഴ്ഷ്യലിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കോസ്റ്റ് വേണ്ടി വരുന്ന എനർജി സോഴ്സസ് ആണ്. നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന എനർജി സോഴ്സ് അങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ദെൻ നോൺ കൺവെൻഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് ബയോ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, എനർജി ഫ്രം അർബൻ വേസ്റ്റ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. എനർജി ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫ്രം എ ഏൻഷ്യന്റ് ടൈംസ് or natural resources is known as a conventional energy. അപ്പോൾ പണ്ട് മുതൽക്കേ എനർജി യൂസ് ചെയ്ത് വരുന്ന എനർജി സോഴ്സിനെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. എ കൺവെൻഷണൽ റിസോഴ്സ് ആർ വൺസ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ലൈക്ക് എ പെൻ ഓർ പെൻസിൽ. അപ്പം നമ്മൾ പരമ്പരാഗതമായി യൂസ് ചെയ്ത് വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആശ്രയിക്കുന്നതും ഈ ഒരു എനർജി റിസോഴ്സിനെ ആയിരിക്കും. These are available in limited amount and developed over a long period. As a result of unlimited use, they are likely to be exhausted one day. അപ്പോൾ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത് നോൺ റിന്യൂവബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ആശ്രയിക്കുന്നതിന് കണക്കായിട്ട് അതും ഒരു ദിവസം തീർന്നു പോകും. സോ അങ്ങനെയുള്ള റിസോഴ്സസ് ആണ് കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. Conventional energy resource has a two type of source like commercial energy source and non-commercial energy source. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് കൺവെൻഷണൽ എനർജീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന commercial energy source and non-commercial energy source. Commercial energy source, the source of energy that are usually available in costly to the users are referred to as a commercial energy source. Non-commercial energy source, the source of energy that are usually available free of cost to the users are referred to a non-commercial energy source.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ ബേസ് ചെയ്തിട്ടാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു. അതിൽ കൺവെൻഷണൽ എനർജി സോഴ്സിനെ വീണ്ടും രണ്ടായി തിരിച്ചു, കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് പേ ചെയ്യുന്നതാണ്. നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജീസിനെയാണ് നമ്മൾ നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പറയുന്നത് കോയിലാന്ന് പറയുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ എനർജി സോഴ്സിൽ പെടുന്നതാണ് ഈ കോൾ എന്ന് പറയുന്നത്. കോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മോസ്റ്റ് അബൻഡന്റ് ഫോം ഓഫ് ഫ്യൂവൽ, ഫോസിൽ ഫ്യൂവൽസ് ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ അവൈലബിൾ ഇൻ അവർ പ്ലാനറ്റ് ആസ് ഓഫ് ടുഡേ. They are formed by decay of all the planets and animals several centuries ago. അപ്പോൾ ഇപ്പം നമ്മളെ പ്ലാനറ്റ്സിലുള്ള മോസ്റ്റ് അബൻഡന്റ് ഫോം ഫോസിൽ ഫ്യൂവൽസ് ആണ് കോൾ എന്ന് പറയുന്നത്. നമ്മളെ ഇലക്ട്രിസിറ്റി ജനറേഷന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ കോയിലിനെ തന്നെയാണ്. ഈ കോയിൽസ് ഫോം ചെയ്തിരിക്കുന്നത് പ്ലാനറ്റ്സിന്റെയും കുറെ കാലം മുമ്പ്, അതിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ കാലം മുമ്പ് ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ ജീർണിച്ചിട്ടുള്ള പ്ലാന്റിന്റെയും ആനിമൽസിന്റെയും അവശിഷ്ടങ്ങളാണ് പിന്നീട് എന്തായി മാറിയിരിക്കുന്നത്, ഈ കോളായി ഫോം ചെയ്തിരിക്കുന്നത്. The most powerful station of Earth require the use of reserve of coal to produce electricity continuously without break. അപ്പോൾ പ്ലാനറ്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഈ കോയിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരുപാട് പവർ സ്റ്റേഷൻ നമ്മളുടെ ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് ആയി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഒരു ഫോസിൽ ഫ്യൂവൽസിനെയാണ്. വെൻ coal is burned, it produces a heat that is used to convert the water into a steam, which is then used to move the turbines, which in turn activated generators which produce an electricity. അപ്പോൾ കോൾ ബേൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് വാട്ടറിനെ എന്താക്കി മാറ്റും, സ്റ്റീമാക്കി മാറ്റും. ദെൻ ആ സ്റ്റീം ഉപയോഗിച്ചാണ് ടർബൈനെ കറക്കുന്നത്, അതുവഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതിനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഈ കോയിലാണ്. Then coal when burned produce a carbon dioxide, one of the main greenhouse gas responsible for global warming. Their excessive extraction and use resulted in degradation of environment and ecological imbalance. അപ്പോൾ കോൾ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളെല്ലാം പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. അതുപോലെ ഈ കോൾ എക്സ്ട്രാക്ഷൻ എന്തുണ്ടാക്കുന്നത്, എൻവറോൺമെന്റിന് എൻവറോൺമെന്റിന് അതെന്താകുന്നുണ്ട്, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എർത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ തകരാൻ കാരണമാകുന്നുണ്ട്. ഇതിന്റെ കാരണമാകുന്നുണ്ടെന്ന് ഇതിന്റെ എക്സസീവ് എക്സ്ട്രാക്ഷനും യൂസേജും ഒക്കെ. ബട്ട് സ്റ്റിൽ കണ്ടിന്യൂസ് ടു ബി ദി മെയിൻ stay of power generation in India, as in constitution about 70% of total commercial energy consumed. പക്ഷെ നമ്മുടെ എൻവറോൺമെന്റിന് ഇത്രയും നെഗറ്റീവ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും പവർ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൾ തന്നെയാണ്. കാരണം അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സിനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. Coal is still available in large quantity of this planet. It is predicted that it would not last for more than 50 to 60 years if we still do not switch to green or clean energy. അപ്പോൾ അതിന് പകരമായിട്ടൊരു എനർജി സോഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് മറ്റൊരു എനർജി സോഴ്സിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ
കോളും എന്തായി പോവും, തീർന്നു പോകും. അതായത് അടുത്ത ഒരു 50 അല്ലെങ്കിൽ 60 വർഷ ഇയേഴ്സിലേക്കുള്ള കോള് മാത്രമേ ഇപ്പം നമ്മുടെ ഇപ്പം കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ കാണുന്നത് കോൾ മൈനിന്റെ ഒരു ഫിഗർ ആണ്. അത് കൽക്കരി ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. Oil is available in abundant in most of the Middle East countries, including Saudi Arabia, Kuwait, Iran, Iraq, and UAE. അപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഡെപ്പോസിഷൻ കണ്ടുവരുന്നത്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്, ഈ ക്രൂഡ് ഓയിൽ കാണപ്പെടുന്നത്. A total of 13 countries, OPEC, Organization of Petroleum Exporting Countries, hold about 67% of the world oil reserved. അതായത് ഈ 13 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്ത് തന്നെയാണ് ഈ നമ്മളെ ലോകത്തുള്ള 67% ഓയിൽ റിസോഴ്സും ഈ ഒരു 13 രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. When planets and animals died that had lived a millennium of years ago, they were covered with a thick layer of mud and sand, which created a huge pressure and temperature that has resulted in the formation of crude oil deposits. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോൾസ് പറഞ്ഞാലും പറഞ്ഞു പ്ലാനറ്റ്സും ആനിമൽസിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ജീർണിച്ചതിന് ശേഷം ഫോം ചെയ്തിട്ടാണ് നമ്മളെ കോൾസ് ഉണ്ടാകുന്നത്, ഓയിലെല്ലാം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ. അതുപോലെ സെയിം തന്നെയാണ് ഇവിടെ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്ലാനറ്റ്സിന്റെയും ആനിമൽസിന്റെയും അവശിഷ്ടങ്ങൾ ജീർണിച്ച് അത് മണ്ണിനടിയിൽ ഹ്യൂജ് പ്രഷറിലും ടെമ്പറേച്ചറിലും ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് ഈ കോൾ ഡെപ്പോസിഷന് ഉണ്ടായിരിക്കുന്നത്. In India, the exploitation of oil on a large scale started since 1916, and the effort made by the oil companies have led to the identification of a number of oils and gas deposits both offshore and onshore. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിലിന്റെ യൂസേജ് വരുന്നത് 1916 അപ്പോൾ എന്താക്കി പുതിയ ഓയിൽ ഡെപ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ ആ സമയം തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഓഫ് ഷോർ ആൻഡ് ഓൺഷോറിൽ നിറയെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഡെപ്പോസിറ്റ് കണ്ടെത്തി. അപ്പോൾ അതിലെ ഓൺഷോർ ഫീൽഡ് എന്ന് പറയുന്നത് മുംബൈ, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓഫ് ഷോർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യം മുംബൈ ഹൈ ഓയിൽ ഫീൽഡ്, അതായത് ഈ ഓൺഷോർ എന്ന് പറഞ്ഞാല് കരയിലുള്ളതാണ്, ഓഫ് ഷോർ എന്ന് പറയുന്നത് കടലിലുള്ളതാണ്. അപ്പം വൈഡ് യൂസേജ് ഓഫ് ഓയിൽ ആൻഡ് ഓയിൽ റിലേറ്റഡ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് എ മാസീവ് എയർ പൊല്യൂഷൻ ആസ് വെൽ. അപ്പോൾ ഓയിലിന്റെ അല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് പ്രൊഡക്റ്റിന്റെ യൂസേജ് നമ്മളെ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഓൺഷോർ ഫീൽഡ് നേരത്തെ പറഞ്ഞ ഓൺഷോർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കരയിലുള്ള അല്ലെങ്കിൽ ലാൻഡിലുള്ള ഓയിലാണ് ഓയിൽ ഡെപ്പോസിറ്റ്. അതാണ് ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കടലിലുള്ള ഓയിൽ ഡെപ്പോസിറ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. Natural gas is a mixture of several gas including methane, ethane, propane and butane. It burns completely and leaves no ashes. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫോം അല്ല, അതിൽ കുറെ ഗ്യാസ് മിക്സ് ചെയ്തിട്ടുണ്ട്. മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഇത്രയും അപ്പോൾ ഈ ഒരു ഗ്യാസിൽ ഇത്രയും ഗ്യാസ് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ബേൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവില്ല, ഒന്നും തന്നെ
ബാക്കി ഉണ്ടാവില്ല. അത് നമുക്കറിയാം. അതായത് സാധാരണ എന്തെങ്കിലും കത്തിക്കുമ്പോൾ വിറകെല്ലാം കത്തിക്കുമ്പോൾ ആഷ് ഉണ്ടാവും, ചാരം ഉണ്ടാവും. ഇതൊന്നും എന്തിലുണ്ടാവില്ല, ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും തന്നെ അതിൻ്റെ അകത്ത് വേസ്റ്റ് ഉണ്ടാവില്ല. ഇറ്റ് കോസ് ഓൾമോസ്റ്റ് നോ പൊല്യൂഷൻ ആൻഡ് ഈസ് വൺ ഓഫ് ദി ക്ലീനസ്റ്റ് ഫോം ഓഫ് ഫ്യൂച്ചർ ഫ്യൂവൽസ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്, ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ക്ലീനസ്റ്റ് ഫോം ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ബാക്കിയുള്ള എല്ലാത്തിലും എന്തുണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും ആയിട്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഓഫ് ദീസ് ഗ്യാസ് മീഥേൻ ഈസ് ഹൈലി ഇൻഫ്ലാമബിൾ. അതായത് ഈ കൂട്ടത്തിൽ ഉള്ള മീഥേൻ ആണ് ഹൈ ആയിട്ട് ഇൻഫ്ലാമബിൾ ആയിട്ടുള്ളത്. Middle Eastern countries, particularly Iran and Iraq, hold a high reserve of natural gas. The beauty of this source of fuel is that it causes almost no pollution. It is cheap and environment friendly. അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, ഇറാനിലും ഇറാഖിലും ഒക്കെ നാച്ചുറൽ ഗ്യാസിന്റെ റിസോഴ്സ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, ചീപ്പാണ്, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ ചെയ്തതിന്റെ സീ ലെവലിൽ നിന്ന് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന്റെ ഫിഗറും പിന്നെ ഗ്യാസ് സ്റ്റോറേജിന്റെ ഫിഗറുമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. Nuclear energy has become a hot technology today. More and more countries are switching to nuclear energy to fulfill their further energy demand. അപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഫ്യൂച്ചറിലുള്ള എനർജി സോഴ്സിന്റെ മെയിൻ എലമെന്റ് ആവാൻ പോകുന്നതും നമുക്ക് ഏതാന്ന് പറയാം, ന്യൂക്ലിയർ എനർജി ആയിരിക്കും. ന്യൂക്ലിയർ പവർ പ്ലാന്റ് യൂസ് uranium, not a fuel, but it is classified as a non-renewable fuel, as a fuel to extract energy from it. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്തേക്കുന്നത് യുറേനിയം ആണ്. അപ്പോൾ യുറേനിയം എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ അല്ല, പക്ഷെ ഒരു നോൺ റിന്യൂവബിൾ ഫ്യൂവൽ ആയിട്ടാണ് അതിനെ കാണേണ്ടത്. Uranium or a solid is a mined and converted to a fuel used at a nuclear power plant. Nuclear power plant യുറേനിയം എന്താക്കുന്നുണ്ട്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഓറ് ഖനനം ചെയ്ത് അത് ഒരു ഫ്യൂവൽ ആക്കി നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ the energy can be released through either of the two processes, nuclear fission and nuclear fusion. അപ്പോൾ ഈ യുറേനിയത്തിന്റെ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പ്രോസസ്സ് വഴിയാണ്, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ രണ്ട് വഴിയാണ് നമ്മൾ ഈ എനർജി യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിഷൻ ഇസ് ദി മോസ്റ്റ് കോമൺ ടെക്നിക് ടു ഹാർനസ് ന്യൂക്ലിയർ എനർജി. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. Uranium-235 element is a bomb-banded with a neutrons which break the atoms and release energy. Like a fossil fuel, nuclear energy does not produce any greenhouse emission, but nuclear power plant produce a nuclear waste with the result in the radioactive pollution. അപ്പം യുറേനിയം 235, അതായത് ആറ്റോമിക മാസ് 235 ഉള്ള എലമെന്റ്സ് ആണ് യുറേനിയം എന്ന് പറയുന്നത്. ഈ ഒരു എലമെന്റിനെ ന്യൂട്രോൺസ് വെച്ച് പിടിക്കുന്നു. നിങ്ങൾക്ക് താഴത്തെ ഒരു ഫിഗറിൽ കാണാം, ന്യൂട്രോൺസ് യുറേനിയം 235 വന്ന് പിടിക്കുന്നു. അപ്പോൾ അതെന്തായി വേർപെട്ടിരിക്കുന്നത്, രണ്ട് ആറ്റംസ് ആയി മാറി. സോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ രണ്ട് ആറ്റംസ് ആയി മാറുന്നതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ന്യൂട്രോൺസും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് ന്യൂക്ലിയർ ഫിഷൻ ആണ്.
ഫോസിൽ ഫ്യൂവൽസിനെ പോലെ പിന്നെ ലൈക്ക് എ ഫോസിൽ ഫ്യൂവൽ ന്യൂക്ലിയർ എനർജി ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഗ്രീൻ ഹൗസ് എമിഷൻ ബട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് എ ന്യൂക്ലിയർ വേസ്റ്റ് വിത്ത് റിസൾട്ടിങ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഫോസിൽ ഫ്യൂവൽസിനെ പോലെ എന്തുണ്ടാകുന്നില്ല ഇതിൻ്റെ അകത്ത്, ഗ്രീൻ ഹൗസ് എമിഷൻ നടക്കുന്നില്ലെങ്കിലും ഈ പവർ പ്ലാന്റ് കൊണ്ട് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ എൻവറോൺമെന്റിൽ. Nuclear fission reactor are based on the fission of the uranium-235 nucleus by thermal neutron. The energy from this nuclear reaction is used to heat a water in the reactor and generate a steam to drive a steam turbine. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറിൽ നമ്മൾ പറഞ്ഞു uranium-235 യൂസ് ചെയ്യുന്നത്. ഈ uranium-235 ന്യൂട്രോൺസ് വെച്ച് എടുപ്പിക്കുന്നു, അതായത് ബോംബേഡിയാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനെ കൂട്ടിയിടിപ്പിക്കുക എന്നതാണ്. കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ uranium-235 എന്ന് പറയുന്നത് ആറ്റം സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് ആയി വേറെ തന്നെ 2 ആറ്റായി മാറും. സോ ഇതിൽ ബേരിയവും ക്ലിപ്റ്റോണും ആണ്. ആ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബേരിയം ക്ലിപ്റ്റോൺ എന്ന് 2 ആറ്റായി മാറുന്നു. അതിന്റെ കൂട്ടത്തിൽ 2 ന്യൂട്രോൺസും പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, എനർജി റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. റിലീസ് ആയത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി റിലീസ് ആയിട്ട് ആ സമയം എനർജി റിലീസ് ആകുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനിലെ ന്യൂട്രോണിന് uranium-235 വെച്ച് എടുപ്പിക്കുമ്പോൾ എന്താവും, സിമ്പിളായിട്ട് പറഞ്ഞാൽ uranium-235 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയി പോകുന്നു, വേറെ തന്നെ 2 ആറ്റം ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ ഇതിൽ ഉണ്ടാകുന്നത് ബേരിയവും ക്രിപ്റ്റോണും ആണ്. അപ്പോൾ എക്സ്ട്രാ 2 ന്യൂട്രോൺസും പ്രൊഡ്യൂസ് ആയി അതിന്റെ കൂട്ടത്തിൽ 200 മെഗാവാട്ട് എനർജി റിലീസായി. സോ ഈ എനർജി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ വാട്ടർ ഹീറ്റ് ചെയ്താൽ നീരാവിയാവും. ആ നീരാവി വെച്ചിട്ടാണ് ടർബൈന് കറക്കുന്നത്. അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ പവർ റിയാക്ഷൻ ആർ ബേസ്ഡ് ഓൺ ദി deuterium reaction and deuterium tritium reactions. These pollution emit a strong radiation and must be buried deep underground so that they do not affect a human life. Couple of nuclear disaster has already occurred in the past, including Chernobyl and Iceland 3 miles. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ പഠിച്ചു. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് പറയുന്നത്, ബേസ്ഡ് ഓൺ ഡ്യൂട്ടീരിയം റിയാക്ഷൻ ആൻഡ് ഡ്യൂട്ടീരിയം ട്രിഡിയം റിയാക്ഷൻ. സോ these pollution emit a strong radiation and must be buried deep underground so that they do not affect a human life. So ഈ പൊല്യൂഷൻ എമിറ്റ് സ്ട്രോങ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ കാരണം സ്ട്രോങ് റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അണ്ടർഗ്രൗണ്ടിൽ ബറി നമുക്ക് ബറി ചെയ്യേണ്ടി വരും. സോ ഇതിനു മുമ്പ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആണ്. അപ്പോൾ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഇവിടെ പറഞ്ഞ ചെർണോബിലും ഐസ്ലാൻഡ് 3 മിൽസും ഒക്കെ. ഇപ്പൊ കാണുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഫസ്റ്റ് കാണുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം പ്ലസ് ഡ്യൂട്ടീരിയം ഫിഷൻ എന്ന് പറഞ്ഞാല് ഡ്യൂട്ടീരിയം പ്ലസ് ഡ്യൂട്ടീരിയം. ഫിഷൻ എന്ന് പറഞ്ഞാല് സ്പ്ലിറ്റ് ആണ്, ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ആഡിങ് ആണ്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഡ്യൂട്ടീരിയം പ്ലസ് ഡ്യൂട്ടീരിയം ഗിവ് ഹീലിയം പ്ലസ് 1
ന്യൂട്രോൺ പ്ലസ് 3.27 മെഗാവാട്ട്. അപ്പോൾ ഡ്യൂട്ടീരിയം പ്ലസ് ഡ്യൂട്ടീരിയം ടർഷൻ നടക്കുന്ന സമയത്ത് ഒരു പുതിയ എലമെന്റ് ഉണ്ടാവുകയും ചെയ്ത് കൂട്ടത്തിൽ എനർജി റിലീസ് ആവുകയും ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റത്തതാണ് നോക്കാം. ഡ്യൂട്ടീരിയം പ്ലസ് ട്രിഡിയം ആണെങ്കിൽ ഏറ്റവും താഴെയുള്ളത് അതെന്നാ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഹീലിയം എലമെന്റ് ഉണ്ടായി, അതിന്റെ കൂടെ 17.5 മെഗാവാട്ട് എനർജിയാണ് റിലീസ് ആയത്. ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. അതിന്റെ കൂടെ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ഒരു എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് ഫ്യൂവൽ വുഡ് ഓഫ് ഫയർവുഡ്. Wood fuel refers to any energy source that comes from a woody biomass. നമ്മൾ സാധാരണ ഈ പിന്നെ ഫയർവുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകിനെല്ലാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫയർവുഡ് എന്ന് പറയുന്നത് നമ്മൾ വിറകായി യൂസ് ചെയ്യുന്ന എല്ലാ ബയോമാസിനെയും നമുക്ക് ഫ്യൂവൽ വുഡ് എന്ന് പറയാം. Fuel wood or firewood consists of any unprocessed woody biomass used to fuel a small fire, most often for cooking or warmth. അപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ നാട്ടിലൊക്കെ കുക്കിങ്ങിനും തണുപ്പൊക്കെ ചൂടുകാരിയാണെന്ന് പറയുന്നത്, തണുപ്പൊക്കെ മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വുഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. Firewoods are renewable resource and the amount of carbon dioxide emitted during burning process is typically 90% less than that during a burning of fossil fuels. അപ്പോൾ ഈ വുഡ് എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. കാരണം നമ്മൾ എത്രത്തോളം പ്ലാനറ്റ്സ് വെച്ച് പിടിപ്പിക്കുന്നോ അത്രത്തോളം നമുക്ക് വുഡ് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എന്തായിരിക്കും, ഫോസിൽ ഫ്യൂവൽസിനെക്കാളും എത്രയോ കുറവാണ്. സോ വിറക് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഏഷ്യ ഈസ് ദി റീജിയൻ വിത്ത് ഗ്രേറ്റസ്റ്റ് യൂസ് ഓഫ് വുഡ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വുഡ് ഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോൺ കൺവെൻഷണൽ എനർജിയാണ്. എനർജി ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫ്രം എ നാച്ചുറൽ റിസോഴ്സ് വിച്ച് മെയ്ഡ് ബൈ എ ആർട്ടിഫിഷ്യൽ ഈസ് നോൺ ആസ് എ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. നമ്മുടെ നാച്ചുറൽ നിന്ന് തന്നെയുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. A conventional resource are one that work but not a commonly used. എന്താണ്, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൺവെൻഷണൽ എനർജി റിസോഴ്സിനെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇതിനാണ്. അപ്പൊ ഇപ്പം നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന്റെ ഇമ്പോർട്ടന്റ് കൂടിക്കൂടി വരുന്നുണ്ട്. കാര്യം കൺവെൻഷണൽ എനർജി സോഴ്സ് യൂസ് ചെയ്ത് തീരാറായിപ്പോയി. These are available in unlimited amount in nature. Since these can be renewed over a relatively short period of time, it can be reproduced themselves in nature. നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത് നാച്ചുറൽ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്, റിന്യൂവബിൾ ആണ്. അതുപോലെ തന്നെ ചെറിയ സമയം കൊണ്ട് എന്താക്കാൻ പറ്റും, നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. These are also known as a renewable energy source. അതുകൊണ്ട് തന്നെ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയാം ഇതിന്. നേരത്തെ റിന്യൂവബിൾ എനർജി സോഴ്സിന് കുറെ എക്സാമ്പിൾ നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ട്രഡീഷണൽ എനർജി, സോളാർ എനർജി, ബയോമാസ്, ബയോ എനർജി, അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ബാക്കിയുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഓഷ്യൻ തെർമൽ പവർ, ഓഷ്യൻ വേവ് പവർ, ജിയോ തെർമൽ പവർ, ഇതും നോൺ കൺവെൻഷണൽ സോഴ്സിൽ വരുന്നതാണ്.